ഹായ്. കൃപാസനത്തിലേക്കുള്ള ഇന്നത്തെ ഈ യാത്ര തികച്ചും യാദൃശ്ചികം തന്നെയായിരുന്നു കേട്ടോ. അത് ചിലപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നൊരു ദിവസം കൂടെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അമ്മയിലേക്ക് നടന്നെടുത്തു കൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നൊരു ചേച്ചി വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നല്ല പോലെ പ്രാർത്ഥിച്ചോ, വിളി കേൾക്കുന്ന അമ്മയാണ്. അവിടെ ആ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഒരു 4 തിരി വാങ്ങിച്ച് ഈ അമ്മേനെ തൊട്ട് ഞാൻ കണ്ണീരോട് കൂടി വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ, എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാവണേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് അവരുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവരുടെ അപേക്ഷകൾ സമർപ്പിച്ചും ഒക്കെ അമ്മയുടെ മുമ്പിൽ നിന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കാനായിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ അമ്മയുടെ അടുത്ത് ചെന്നു. എൻ്റെ ദുഃഖങ്ങളും അതുപോലെ എനിക്ക് തന്ന നന്മകളും എന്നെ കാത്ത് പരിപാലിച്ചതിനും എല്ലാം അമ്മയുടെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് പോയപ്പോൾ അവിടെ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ എടുത്തത് ശരിയല്ല എന്ന് എനിക്കറിയാം. ദിവ്യബലിയുടെ ഏറ്റവും മഹത്തായ ഒരു സമയത്താണ് ഞാൻ ആ ഉള്ളിലേക്ക് കടന്നു ചെന്നത്. എനിക്ക് ആ കുർബാനയിൽ കൂടണമെന്നുണ്ടായിരുന്നു, പക്ഷെ മുഴുവൻ കുർബാന പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ എത്തിയപ്പോഴേക്കും ദിവ്യബലിയുടെ ഏറ്റവും മഹത്തായ ഈ സമയത്താണ് ചെന്നത്. ഫോൺ എടുത്ത് വെക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഫോൺ മാറ്റി. കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ ഓടി നടന്ന് കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് ആ നടയിൽ നിന്ന് കൊണ്ടുവന്ന തിരിവെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴാണ്, ഞാനും എൻ്റെ മക്കളും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ ശരിക്കും അറിഞ്ഞത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മയുണ്ട് എന്ന് ഞാൻ കണ്ടത്. അത് മറ്റുള്ളവരുടെ കണ്ണിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനും എൻ്റെ മക്കളും അറിഞ്ഞൊരു സത്യം തന്നെയാണിത്. അത് ഞങ്ങൾക്ക് മുമ്പിൽ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങളെ കാണിച്ചു തന്നൊരു വലിയൊരു സത്യം തന്നെയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ കണ്ട്. ഞാനൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് തന്നെ എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ. എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എനിക്ക് എൻ്റെ അമ്മയിൽ വിശ്വാസമാണ്, എൻ്റെ മക്കൾക്കും വിശ്വാസമാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.